നമസ്കാരം. പിണറായി വിജയന്റെ തുടർഭരണം അവകാശപ്പെട്ടിരുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ ആഴവും കാരണങ്ങളും കണ്ടെത്താൻ താഴെത്തട്ടിൽ കർശന പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് CPM. പ്രാദേശിക സംഘടനാ പ്രശ്നങ്ങളാണ് തോൽവിക്ക് കാരണമെന്ന് വരുത്താനാണ് ശ്രമം. പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചടിയായോ എന്ന് പരിശോധിക്കുന്നുമില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതു മുതൽ വോട്ടെടുപ്പ് ദിവസം ബൂത്തിലെത്തിച്ചവരുടെ എണ്ണം വരെ പരിശോധിക്കുന്ന 8 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ബൂത്ത് തലത്തിൽ പാർട്ടി തേടുന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരവും അയ്യപ്പ തരംഗവും പാർട്ടി പരിശോധിക്കുന്നതുമില്ല. താഴെത്തട്ടിൽ അനിഷ്ടക്കാർക്കെതിരെ നടപടികളും വന്നേക്കാം. തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി നൽകിയ ചിട്ടയായ നിർദ്ദേശങ്ങൾ പ്രാദേശിക തലത്തിൽ നടപ്പാക്കുന്നതിൽ വീഴ്ച പറ്റിയോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തന്നെ വോട്ടില്ലാത്തവരെ കണ്ടെത്തി പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഇത്തരത്തിൽ എത്ര പേരെ പുതിയതായി ചേർക്കാൻ കഴിഞ്ഞുവെന്നും അവർ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയോ എന്നും പാർട്ടി കണക്കെടുക്കും. വാർഡ്, ബൂത്ത് തലങ്ങളിൽ പാർട്ടി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ശില്പശാലകൾ എത്രത്തോളം ഫലപ്രദമായി എന്നതും പരിശോധനയുടെ പരിധിയിൽ വരും. എന്നാൽ സംഘടനാ വീഴ്ചയ്ക്ക് അപ്പുറം ഭരണത്തിലെ അതൃപ്തിയാണ് പ്രതിഫലിച്ചതെന്ന് പ്രാദേശിക നേതൃത്വം വിലയിരുത്തുന്നുമുണ്ട്. തിരിച്ചടിയെ കേവലം രാഷ്ട്രീയ പരാജയമായി കാണാതെ സംഘടനാപരമായ വീഴ്ചയായി കണ്ട് തിരുത്താനാണ് CPM സംസ്ഥാന നേതൃത്വം ലക്ഷ്യമിടുന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടാതിരിക്കാനുള്ള തന്ത്രമാണ്. ഓരോ ജില്ലയിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. പലയിടങ്ങളിലും ശില്പശാലകൾ നടക്കാത്തത് ഏരിയ കമ്മിറ്റികളുടെ വീഴ്ചയായി കണക്കാക്കാനാണ് സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ അടിയന്തര തിരുത്തൽ നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി നീക്കം. നിർദ്ദേശം ലംഘിച്ച് മത്സരരംഗത്തിറങ്ങുകയും പരാജയപ്പെടുകയും ചെയ്ത പാർട്ടി ഭാരവാഹികളെ ഉടൻ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചെടുക്കേണ്ടതില്ലെന്ന കർശന നിലപാടിലാണ് നേതൃത്വം. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി വരെയുള്ളവർ ഇത്തരത്തിൽ മത്സരിച്ചു തോറ്റത് ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത്. പരിശോധനയുടെ ഭാഗമായി പ്രധാനമായും 4 കാര്യങ്ങളിലാണ് ബൂത്ത് തലത്തിൽ വ്യക്തത വരുത്തേണ്ടത്. ആകെ ചേർക്കാനുണ്ടായിരുന്ന വോട്ടുകൾ എത്രയായിരുന്നു? അതിൽ എത്രയെണ്ണം വിജയകരമായി ചേർക്കാൻ കഴിഞ്ഞു? തെരഞ്ഞെടുപ്പിൽ പാർട്ടി ലഭിക്കുമെന്ന് കരുതിയ വോട്ടുകളുടെ എണ്ണം എത്രയായിരുന്നു? ഉറപ്പിച്ച വോട്ടുകളിൽ എത്രയെണ്ണം പോളിംഗ് ദിവസം പെട്ടിയിലായില്ല എന്നിവ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശമുണ്ട്. ഈ കണക്കുകളിലെ പൊരുത്തക്കേടുകൾ വഴി എവിടെയാണ് പാളിച്ച സംഭവിച്ചതെന്ന് വ്യക്തമാകുമെന്നാണ് പാർട്ടി കരുതുന്നത്. ഓരോ ഏരിയ കമ്മിറ്റിക്കും കീഴിലുള്ള ബൂത്തുകളിലെ പങ്കാളിത്തവും വീഴ്ചകളും ഇതോടെ പുറത്തുവരും. എന്നാൽ ഭരണപരാജയങ്ങളിൽ പരിശോധന നടത്താത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. എന്തായാലും പിണറായി വിജയന് നേരെ ഒരു വിരലും ചൂണ്ടുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് CPMന്റെ നേതൃത്വം. പ്രാദേശിക തലത്തിൽ ഉണ്ടായ വീഴ്ചകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നും ഭരണപരമായ വിരുദ്ധത ജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിമർശനങ്ങൾക്കും പാർട്ടി സ്വയം തയ്യാറാകുന്നില്ല. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ 3ാം തിരിച്ചുവരവിനെ കുറിച്ച് പാർട്ടി വലിയ ആത്മവിശ്വാസത്തിലായിരുന്ന സമയത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നത്.